ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിട്ട് ഇന്ന് 4 ദിവസമായി. ഈ ഒരു 4 ദിവസം ആയ സമയത്ത് തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഒരു വിധി അങ്ങ് എഴുതി. ഈ സീസണിൻ്റെ വിന്നർ രേണു സുധിയാണെന്നുള്ള കാര്യം. അത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നും ആ ഒരു പോസ്റ്റിൽ എല്ലാവരും രേണു സുധി എന്നാണ് പറയുന്നത്. ഗെയിം പോലും കാണാതെ രേണു സുധി എന്ന ഒരു പേരെടുത്ത് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗെയിം പ്ലേക്ക് എന്താണ് ഇത് എന്ന് വെച്ചാൽ ഒരു സ്ഥാനം എന്താണ് ഇവിടെ എന്നാണ് ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, രേണു സുധി അങ്ങനെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ ആവുകയാണെങ്കിൽ, രേണു ചെറിയ ഒരു പബ്ലിസിറ്റി കിട്ടിയ സമയത്ത് തന്നെ ഇത്രയേറെ ഒരു വെറുപ്പിക്കൽ പോലെയും അഹങ്കാരവും ഒരു തനതായ ഒരു തൻ്റെയുടെ ഭാവവും കാണിച്ചെങ്കിൽ, ഇനി ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക് ലെവൽസാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊരു ടാഗ് ലൈനാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ് രേണുവിന്. ജയിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നുമല്ല കാണാൻ വേണ്ടി പോണത്, ഇനി ഇതിലും കാട്ടിയ വലിയ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഞാനിതിവിടെ പറഞ്ഞ ഒരു അസൂയോ കാര്യങ്ങളോ കൊണ്ടൊന്നുമില്ല. ഒരു ഗെയിം പ്ലേ പോലും കാണാതെ, ഒന്നും നോക്കാതെ ഇത്രയേറെ രേണു ജയിക്കണമെന്നൊക്കെ പറയുമ്പോൾ, ഈ ഷോയുടെ ഒരു ഗെയിം പ്ലേ, സ്ട്രാറ്റജി, നിയമങ്ങൾ, മറ്റ് കണ്ടസ്റ്റൻസ് അവരൊക്കെ പിന്നെ ഇവിടെ എന്തിനാണ് കളിക്കുന്നത്? അവരും വിന്നറാകാൻ തന്നെയാണ് കളിക്കുന്നത്. യോഗ്യതയുള്ള, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. രേണു സുധി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഇത്രയും നാളായിട്ട് എന്തൊരു കണ്ടന്റാണ് വളരെ മികച്ച രീതിയിൽ കൊടുത്തത്. ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ രേണു ജയിക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യത്തോട് ഒരു യോജിപ്പും എനിക്കില്ല. പിന്നെ ജയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജിൻഡോയുടെ അവസ്ഥ വരരുത്. ജയിപ്പിച്ച് വിട്ടിട്ട് പിന്നെ കൊണ്ട് തിരിയാൻ നിൽക്കരുത് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞു. അതുകൊണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെ ജയിപ്പിക്കാൻ നോക്കുക, ശ്രമിക്കുക. അതല്ലാതെ രേണുവിനുള്ള ഇഷ്ടം കൊണ്ട് രേണു ജയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലോജിക് ഇല്ലാത്തൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം. ഇത്രയുള്ളൂ പറയാനായിട്ട്.